ഇപ്പോൾ OR കെളുവിന്റെ റോഡ് ഷോയിൽ നിന്ന് ചേർന്നു. ഫൈസൽ, എന്താണ് അവിടെ കാണുന്നത്? അജിംസ്, വയനാട്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിയ വയനാട് ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ഉയരുകയാണ്. അത് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റവും ഉയർത്തി കാണിക്കുന്നത്. വയനാട് ജില്ലയിൽ LDFനുള്ള ഏക മണ്ഡലമാണ് മാനന്തവാടി. OR കേളു കഴിഞ്ഞ 2 തവണ ഈ മാനന്തവാടി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. ആദ്യ തവണ 1000-ലധികം വോട്ടുകളായിരുന്നെങ്കിൽ രണ്ടാമത്തെ തവണ 9000-ലധികം വോട്ടുകളായി ഉയർത്താൻ OR കേളുവിന് സാധിച്ചപ്പോൾ മന്ത്രി തന്നെ 3ാം തവണ മത്സരിക്കാനെത്തും. അതെ, 3ാം തവണയാണ് മത്സരിക്കുന്നത്. അപ്പം 3ാം തവണയും ജനങ്ങൾ വിജയിപ്പിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതെ, അത് നമ്മളെ കാലാകാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വയനാട് പുറകിലാണെന്നാണ്. പക്ഷേ ഈ 10 വർഷക്കാലം കൊണ്ട് വയനാട് മുന്നിലായല്ലോ. ആ മുന്നിലാവാനുള്ള കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വയനാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ടൗൺഷിപ്പ്, തുരങ്കപാത, അതേപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് റോഡ് പ്രവൃത്തികൾ, സ്കൂളുകൾ, നമ്മുടെ അവസാനമായിട്ട് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ വലിയ ഒരു വികസനത്തിൽ കൂടിയിട്ട് വയനാടിനെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ 3 മണ്ഡലത്തിലും കേരളത്തിൽ പൊതുവെയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണമെന്നുള്ള ഒരു വികാരം പൊതുസമൂഹത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, വോട്ടിന്റെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ LDF മുമ്പിൽ തന്നെയാണ്. പക്ഷേ തദ്ദേശ ഭരണത്തിന്റെ വിജയം കണക്കാക്കുമ്പോൾ കുറച്ച് പുറകിൽ പോയിട്ടുണ്ട്. പക്ഷേ വോട്ടിന്റെ പൊതുവായിട്ട് കണക്കെടുക്കുമ്പോൾ ഇടതുപക്ഷം തന്നെയാണ് മുമ്പിൽ. അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വികസനത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ